എല്ലാവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇസ്രായേലിന്റെ പ്രഗത്ഭ യുദ്ധകാര്യ വിദഗ്ധനായ അവി ഇസാജരോഫ് പറയുന്നത്, ഹമാസിനെ നശിപ്പിക്കാനോ പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ കഴിഞ്ഞിട്ടില്ല. നെതന്യാഹു മുമ്പ് വാഗ്ദാനം ചെയ്ത സമ്പൂർണ്ണ വിജയം ഇപ്പോൾ അർത്ഥശൂന്യമായ ഒരു ശൂന്യ മുദ്രാവാക്യമായി തുടരുകയും ചെയ്യുന്നു എന്നാണ്. ഈ വാക്കുകളിലൂടെ ഇസ്രായേൽ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ജൂതർ തന്നെ വിശ്വസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾക്ക് അടിവരയിട്ടുകൊണ്ടും നെതന്യാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടും യുദ്ധവിജയം നേടിയ ഹമാസ് അതിന്റെ മുഴുവൻ പ്രൗഢിയോടും കൂടി ഗസയിൽ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗസയിലെ തെരുവുകൾ മുഴുവൻ ഹമാസിന്റെ പോരാളികൾ കൈയടക്കിയിരിക്കുന്നു. അവരുടെ പോലീസിനെ എല്ലായിടത്തും വിന്യസിച്ചിരിക്കുകയാണ്. അവരുടെ സന്നദ്ധ പ്രവർത്തകർ ഗസയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നവർക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ സകല മേഖലകളിലും വീണ്ടും പഴയ ചടുലതയോടെ ഗസയിൽ ഹമാസ് ചുവടുറപ്പിച്ചിരിക്കുകയാണ്. ഹമാസിനെ നിരായുധീകരിക്കാനും ഗസയുടെ ഭരണത്തിൽ നിന്നും ഹമാസിനെ മാറ്റാനുമുള്ള നെതന്യാഹുവിന്റെ മോഹം നടപ്പിലാവാതെ ഇനി ആര് ഗസ ഭരിക്കും എന്ന് പോലും പരാമർശിക്കാതെയാണ് ട്രംപ് ഇക്കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ ചർച്ചയ്ക്ക് ശേഷം വണ്ടി കയറിയിട്ടുള്ളത്. അതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. ഗസയെ ഹമാസിൽ നിന്നും മോചിപ്പിക്കാനാവില്ല എന്ന ബോധ്യം ട്രംപിന് നന്നായിട്ടുണ്ട്. ഗസക്കാർ എന്നാൽ ഹമാസ് എന്നാണ് അർത്ഥം. യുദ്ധശേഷം നെതന്യാഹുവിനെ അയാളുടെ സൈന്യത്തെ ഒന്നും ഹമാസ് ഒട്ടും ഭയക്കുന്നില്ല എന്ന് അവരുടെ പ്രകടനം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജീവിച്ചിരിക്കുന്ന 20 ബന്ദികളെ ഹമാസ് വിട്ടുകൊടുത്തിരുന്നെങ്കിലും 4 മൃതദേഹങ്ങൾ മാത്രമേ കഴിഞ്ഞ ദിവസം ഹമാസ് ഇസ്രയേലിനെ കൊടുത്തിരുന്നുള്ളൂ. ഇത് കരാർ ലംഘനം എന്നാണ് നെതന്യാഹു ആരോപിക്കുന്നത്. ബാക്കി മൃതദേഹങ്ങളൊക്കെ എവിടെയാണെന്ന് തപ്പിയെടുത്ത് കിട്ടുന്നതനുസരിച്ച് തരാം എന്നാണ് ഹമാസ് അതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. കരാറിനെ ഹമാസ് സീരിയസ് ആയി കാണുന്നില്ല എന്നാണ് ഇതിന് നെതന്യാഹുവിന്റെ മറ്റൊരു ആരോപണം. എന്നാൽ IDFന്റെ ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലാണ് ഈ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയിട്ട് വേണം ഇത് കണ്ടെടുക്കാൻ എന്നാണ് ഹമാസ് ഇതിന് മറുപടിയായിട്ട് ഇസ്രായേലിനെ അറിയിച്ചത്. എന്നിട്ടും ഇന്നലെ അവർ 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്ത് ഇസ്രായേലിലേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾക്ക് വേണ്ടി ഈജിപ്തിന്റെ സഹായത്തോടെ തിരച്ചിൽ നടക്കുമ്പോൾ മുഴുവൻ മൃതദേഹങ്ങളും കിട്ടിയിട്ടേ തടവുകാരെ വിട്ടു നൽകൂ എന്ന് നെതന്യാഹു പറഞ്ഞതിൽ നിന്നും വിഭിന്നമായി ഹമാസിനെ പിണക്കാതിരിക്കാൻ വേണ്ടി കരാർ പ്രകാരമുള്ള മുഴുവൻ തടവുകാരെയും ഇസ്രായേൽ ട്രംപ് ഉള്ളപ്പോൾ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതാണ്ട് 2000-ഓളം ആളുകളാണ് ഇസ്രായേലി ജയിലുകളിൽ നിന്നും പലസ്തീനിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ മൃതദേഹങ്ങളെ വിട്ടുകൊടുക്കാൻ വൈകുന്നത് ഒരു ലൂപ്പ് ഹോളായി കണ്ടുകൊണ്ട് ഗസയെ വീണ്ടും ആക്രമിക്കുമെന്നാണ് നെതന്യാഹു ഇപ്പോൾ പറയുന്നത്. ഇത് എത്രത്തോളം നടക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ ജൂണിൽ ഇറാനുമായി അടിച്ച് പിരിഞ്ഞ് കരാറുണ്ടാക്കി പിരിഞ്ഞ അന്ന് മുതൽ ഇറാനെ അടിക്കുമെന്ന് കവലതോറും പോസ്റ്റൊട്ടിച്ച് നടക്കുകയാണ് നെതന്യാഹുവും ട്രംപും ഒക്കെ. പക്ഷേ അടി മാത്രം ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ അവർ കോംപ്രമൈസിന് ശ്രമിക്കുന്ന ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അതുകൊണ്ടാണ് ട്രംപ് ഇറാനെ ഈജിപ്തിലേക്ക് ക്ഷണിച്ചത്. ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത് കാണാനും അവരുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയൊക്കെയാണ് ഗസയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഇറാനിൽ നിന്ന് ആരും പോയില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കാത്തതിന്റെ പേരിൽ ഗസയെ വീണ്ടും ആക്രമിക്കും എന്ന് നെതന്യാഹു പറയുന്നത് നടക്കാത്ത കാര്യം തന്നെയാണ്. കാരണം മൃതദേഹങ്ങൾ കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുത്താൽ മാത്രമല്ലേ അവർക്ക് കൊടുക്കാൻ കഴിയൂ. അതും പറഞ്ഞ് വീണ്ടും ആക്രമിച്ചാൽ മറ്റ് രാഷ്ട്രങ്ങൾ ഇടപെടും എന്നുള്ളതാണ് സത്യം, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ. അതുകൊണ്ട് ഈ ഭീഷണിക്ക് വെറും ഓലപ്പാമ്പാണ് എന്നാണ് കരുതേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലെബനോണിൽ നടത്തുന്ന പോലെ ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ പോലും ഗസയിൽ ഇസ്രായേൽ നടത്തിയാൽ അത് വലിയ പ്രശ്നത്തിലേക്കാവും പിന്നീട് മാറുക. വീണ്ടും ഈ ഹമാസും ഇസ്രായേലുമായും ഒരു യുദ്ധമാവും ഉണ്ടാവുക. ഇതിനിടെ ഹമാസ് സ്വയം നിരായുധീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ അക്രമാസക്തമായി അവരെ നേരിടും എന്നാണ് ട്രംപ് വീണ്ടും അടിച്ചുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ വെറും തള്ളിമറിക്കൽ തന്നെയാണ്. ട്രംപ് മുന്നോട്ട് വന്നത് തന്നെ ബന്ദികളെ രക്ഷിക്കാനോ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനോ ഒന്നും അല്ലെന്ന് എല്ലാവർക്കും അറിയാം. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേലിന് ഉപരോധം ഏർപ്പെടുത്തി അവരെ ഒറ്റപ്പെടുത്തുന്നത് കണ്ടുകൊണ്ടാണ് ട്രംപ് മുന്നോട്ട് വന്നത്. തന്നെയുമല്ല, ഇസ്രായേലിന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അമേരിക്കയും ഈ കുറ്റപ്പെടുത്തലിന് ഇരയാവേണ്ടി വരുന്നുണ്ട്. ഇക്കാരണം കൊണ്ടാണ് ട്രംപ് ഹമാസുമായിട്ട് ഒരു കോംപ്രമൈസിന് തയ്യാറായി ഒരു കരാറിൽ ഒപ്പുവെച്ചത്. അല്ലാതെ ഗസയോടോ ബന്ദികളോടോ ഉള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇവന്മാർ യുദ്ധം നിർത്തിയത്. ഹമാസിനെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് കാരണം. ഹമാസിനെ സംബന്ധിച്ച് അവരെ എത്രയധികം കൊന്നൊടുക്കിയാലും വീണ്ടും വീണ്ടും അവരുടെ സംഖ്യയിൽ ഒരു കുറവും വരാതെ നിൽക്കുന്നത് കൊണ്ട് യുദ്ധം നീണ്ടു നിൽക്കും എന്ന സൂചനയാണ് ട്രംപിന് കിട്ടിയത്. ഇതിൽ നിന്നൊക്കെ നെതന്യാഹു ഇനി നേരിട്ട് ഗസയുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറാവാതെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവും എന്നാണ് ഈ കരാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് അയാളുടെ ഒരു നിസ്സഹായത തന്നെയാണ്. ഈ വാചകമൊക്കെ അടിക്കാൻ പറ്റും, പക്ഷേ പണിക്കിറങ്ങുമ്പോഴാണ് അതിൻ്റെ കളം മനസ്സിലാവുന്നത്. അയാൾ വിചാരിച്ചാൽ ഒരിക്കലും ഹമാസിനെ തകർക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു നിസ്സഹായത. ഇത് യുദ്ധത്തിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ടാവണം.
അതുകൊണ്ടാണ് ഗസക്കാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ചില സംഘങ്ങളെ അയാൾ നേരത്തെ ഏർപ്പാടാക്കിയതും അവർക്ക് പണം കൊടുത്തിരുന്നതും. ഗസയിലെ ജനങ്ങൾ മുഴുവൻ പട്ടിണി കിടക്കുമ്പോഴും ഈ സംഘങ്ങൾക്ക് ആയുധവും പണവും നൽകി ഇസ്രായേൽ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യുദ്ധസമയത്ത് പോലും ഗസയ്ക്കുള്ളിൽ നിന്നും ജൂതരെ സഹായിച്ചു കൊണ്ടിരുന്ന 3 സംഘടനകളിൽ യാസർ അബു ഷബാബിന്റെ നേതൃത്വത്തിൽ കിഴക്കൻ റഫയിലും, രണ്ടാമത്തേത് ഹുസം അൽ അസലിന്റെ കീഴിലുള്ള ഒരു സംഘം ഖാൻ യൂണിസിലും, പിന്നെയുള്ള മൂന്നാമത്തേത് വടക്കൻ ഗാസയിലെ ജബാലിയയിലും ബൈത്ത് ലാഹിയയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഷ്റഫ് അൽ മാൻസി നയിക്കുന്ന ഒരു സംഘവുമാണ്. ഈ രാജ്യദ്രോഹികളായ 3 സംഘങ്ങളും കൂടി ഗസക്കാരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. ഇവന്മാർ കാരണം തന്നെ ഒരു 10-25,000 പേര് അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇവന്മാർ ഒറ്റിക്കൊടുത്തുകൊണ്ടാണ് കൃത്യമായ സ്ഥലങ്ങൾ നോക്കി ഇസ്രായേലിന് ബോംബ് ചെയ്യാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഗസയിലെ ഹമാസിന്റെ തിരിച്ചുവരവ് ഈ 3 സായുധ സംഘങ്ങൾക്കും വലിയ ഭീഷണിയായിട്ടാണുള്ളത്. ഇതിൽ ജബാലിയയിലും ബെയ്ത്ലാഹിയയിലും ഒക്കെ പ്രവർത്തിക്കുന്ന മാൻസി സംഘത്തിനെ സഹായിക്കുന്നത് ദോഷ്മോഷ് ക്ലാൻ എന്ന ഒരു ഗസയിലെ ഒരു വലിയൊരു കുടുംബമാണ്. ഇവന്മാരാണ് പ്രധാനമായിട്ടും ഹമാസിനെ എതിർത്തിരുന്നത്. ഈ കുടുംബവുമായി ബന്ധപ്പെട്ട 33 പേരെയാണ് ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹമാസ് പിടികൂടി തെരുവിലിട്ട് പരസ്യമായിട്ട് വെടിവെച്ച് കൊന്നിട്ടുള്ളത്. ഈ അബു ഷബാബിൻ്റെയും അൽ അസ്തലിൻ്റെയൊക്കെ സംഘം ഇതിനകം തന്നെ ഏതാണ്ട് നിശ്ചലമായിട്ടുണ്ട്. ഈ സംഘങ്ങൾ ഭയന്ന് ഒളിവിലാണുള്ളത്. അതിൽ അബൂ ഷബാബിൻ്റെ വലങ്കയായിരുന്ന ഒരുത്തനെ കഴിഞ്ഞ ദിവസം ഹമാസ് പിടികൂടി തട്ടിയിട്ടുണ്ട്. ഇനി അബൂ ഷബാബ് എന്ന ഈ രാജ്യദ്രോഹിയായ കൊടും ഭീകരനെ കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവനെയും തട്ടുന്നതോടുകൂടി ആ സംഘം പൂർണ്ണമായും അവസാനിക്കുകയും ചെയ്യും. എന്നാൽ ദോഷ്മോഷ് ക്ലാൻ കുടുംബവുമായി ബന്ധപ്പെട്ട മാൻസി സംഗമം ഇപ്പോൾ ഗസയിൽ ഹമാസുമായിട്ട് വലിയ പോരാട്ടത്തിലാണുള്ളത്. തെരുവുകളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച് കളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹമാസിന്റെ അധികാരമല്ല ഇവിടെ പ്രശ്നം. ഇസ്രായേലിനെ സംബന്ധിച്ച് 2 കൊല്ലം തമ്മിലടിച്ചിട്ടും ഹമാസിനെ അവർക്ക് പരാജയപ്പെടുത്താൻ കഴിയാത്തത് അവരുടെ പേരിന് വലിയൊരു കളങ്കമാണ് ഇപ്പോൾ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. ഒരു വലിയ ശക്തരായിട്ടൊക്കെ നിന്നതാണല്ലോ, അതെല്ലാം ഇപ്പോൾ തീർന്നു പോയിട്ടുണ്ട്. ഇതിന് പകരം വീട്ടാൻ വേണ്ടി ബന്ദികളെല്ലാം തിരിച്ചു വാങ്ങിയല്ലോ. ഇനി ബാക്കിയുള്ള ബന്ദികളെ അല്ലെങ്കിൽ മരിച്ചവരെ കിട്ടിയിട്ടില്ല എന്ന ഒരു പേരും പറഞ്ഞുകൊണ്ട് വീണ്ടും ഹമാസുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ ഇസ്രായേലിന് ഒരിക്കലും കഴിയില്ല. തന്നെയുമല്ല, ഇങ്ങനെ ഇസ്രായേൽ നേരിട്ട് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് ട്രംപിനും അത്ര ഇഷ്ടമാവും എന്ന് തോന്നുന്നില്ല. കാരണം അയാളുടെയും പേര് പോകില്ല. അയാൾ വലിയ ഗമയ്ക്ക് വന്നിട്ട് ഹീറോ കളിച്ച് അയാൾ കേരളത്തിൽ വന്ന് ഒപ്പിക്കിട്ട് പോയതാണ്. അയാൾ പോയി പിറ്റേന്ന് രാവിലെ വീണ്ടും ആക്രമിച്ചു കഴിഞ്ഞാൽ ഈ കരാറിന് എന്താണ് വില? ഇവന്മാർ രണ്ടുകളും ഒത്തു കളിച്ചാന്ന് ലോകത്തെല്ലാവരും പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നേരിട്ട് ഹമാസുമായിട്ട് ഒരു വലിയ യുദ്ധത്തിലേക്ക് ഇറങ്ങാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഗസയിലെ ഇത്തരം ഹമാസ് വിരുദ്ധ കുടുംബങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് അവർക്ക് സഹായം നൽകി ഹമാസിന്റെ ഭരണത്തെ ആക്രമണവും കലാപവും കൊണ്ട് അസ്ഥിരമാക്കുക എന്നൊരു ഓപ്ഷനാണ് ഇപ്പോൾ നെതന്യാഹു തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഉമ്മാർ ഈ തെരുവിൽ കിടന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മാർക്ക് ഇഷ്ടംപോലെ ആയുധം ഇസ്രായേലിൽ നിന്ന് കിട്ടും. അതുപോലെ ഹമാസിനും ഇഷ്ടംപോലെ ആയുധം ഉള്ളതുകൊണ്ട് യുദ്ധത്തിന് യാതൊരു പഞ്ഞവുമില്ല. മരിക്കാൻ മാത്രം ആൾ റെഡിയായാൽ മതി. ഇനി ഗസ വീണ്ടും ഭരിക്കുമ്പോൾ ഉമ്മാർ വീണ്ടും പ്രശ്നമുണ്ടാക്കുമെന്ന് ഹമാസിന് മനസ്സിലായതുകൊണ്ട് ഉമ്മാരെല്ലാം കൊന്നെടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഈ ചെറുസംഘങ്ങളെ മുഴുവൻ കൊന്നെടുക്കാതെ ഹമാസിന് എന്തായാലും ഗസയിൽ നിലനിൽപ്പുണ്ടാവില്ല. ഹമാസിന് ഇപ്പോൾ ഗസയിൽ നല്ല ജനപിന്തുണയുള്ളതുകൊണ്ട് ഈ അവസരം മുതലാക്കി ജന്മനാടിനെ ശത്രുക്കൾ ആക്രമിച്ചപ്പോൾ അവർക്കൊപ്പം നിന്ന രാജ്യദ്രോഹികളെ കൊന്നൊടുക്കുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഈ സംഘങ്ങളെ മുഴുവൻ ജനങ്ങളുടെ സപ്പോർട്ടോടു കൂടി തന്നെ ഹമാസിനെ കൊന്നൊടുക്കാൻ കഴിയുന്നതോടെ അവർ പിന്നെ അവിടെ എതിരില്ലാതെ ഒരു ശക്തിയായി മാറുകയാണ്. അത് തന്നെയാണ് ഹമാസ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ 2 തരത്തിലാണ് ഹമാസ് ഇക്കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഈ സംഘങ്ങളുടെ വലിയ വലിയ തലവന്മാരെ പിടിച്ചുകൊണ്ടുവന്ന് പരസ്യമായി തെരുവിലിരുത്തി ഉമ്മാരെ തലക്കിട്ട് വെടി പൊട്ടിച്ച് തകർത്ത് കൊന്നുകളയാണ്. പിന്നെ ചെറിയ ശിങ്കിടികളുണ്ടാവില്ലേ, ചെറിയ സംഘാംഗങ്ങൾ ശിങ്കിടികൾ, ഇവന്മാരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഉമ്മാരുടെ 2 കാലിൻ്റെയും പത്തി വെടിവെച്ച് തകർത്ത് കളയാണ്. പിന്നെ ഉമ്മാർ എഴുന്നേറ്റ് കിടക്കുകയില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഈ വിഷയം. ഇപ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിൻ്റെ ആക്രമണം തുടക്കത്തിലാണ് പറയുന്നത്. അതിനുശേഷം വൻതോതിൽ പ്രശ്നങ്ങൾ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ ആക്രമണമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇത് ഇസ്രായേൽ കണ്ട് രസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മാർ തമ്മിൽ അടിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം അവർ ചെയ്യാത്ത പണി ഉമ്മാർ ചെയ്തോളൂല്ലോ. പ്രോക്സികളായ അവരുടെ ഇസ്രായേലിൻ്റെ പ്രോക്സികൾ അവർ ചെയ്തോളൂല്ലോ. ഹമാസ് സമാധാനത്തോടു കൂടി ഗസയെ ഭരിക്കരുത്, അതാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഹമാസിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഭരണം സുസ്ഥിരമാക്കാൻ വേണ്ടി ഇവന്മാരെല്ലാം കൊന്നൊടുക്കുകയും ചെയ്യും. അപ്പോൾ പരസ്പരം തമ്മിൽ തല്ലി ചത്തോളും എന്നാണ് ഇസ്രായേൽ ഇത് കണക്കുകൂട്ടുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പഴയ ശ്രീലങ്കയിലെ LTTയുടെയും നമ്മുടെ പ്രഭാകരൻ്റെയും ഒക്കെ കാര്യം ഇതോടുകൂടി ചേർത്ത് പറയേണ്ടതുണ്ട്. ഈ 90കളിൽ ശ്രീലങ്കൻ ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരുപാട് ഇതുപോലത്തെ തീവ്ര സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സംഘടനയാണ് LTT. പിന്നെ ടെലോ എന്നൊരു സംഘടനയുണ്ട്, അതായത് തമിഴ് ഈലം ലിബറേഷൻ ഓർഗനൈസേഷൻ. പിന്നെ EPRLF, അതായത് ഈലം പീപ്പിൾസ് റവല്യൂഷൻ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സംഘടനയാണത്. അതുകൂടാതെ പ്ലോട്ട് എന്നും മറ്റൊരു സംഘടനയുണ്ട്, അതായത് പീപ്പിൾസ് ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാണ്
ഈ സംഘടനയുടെ പേരുള്ളത്. അടുത്തത് LTT. ഇവർ 4 പേരും തമ്മിൽ അധികാരത്തിന് വേണ്ടി വടംവലി തുടങ്ങി, പരസ്പരം ഉമ്മാർ തമ്മിൽ യുദ്ധം തുടങ്ങി. അതായത് ശ്രീലങ്കയിൽ സർക്കാരിനെതിരായിട്ട് ആരംഭിച്ച ഒരു യുദ്ധമാണ്. പക്ഷേ ഇവർ അധികാരത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടിയായി കഴിഞ്ഞപ്പോൾ ഈ LTT ഈ ബാക്കിയുള്ള 3 സംഘടനകളെയും അവിടുത്തെ തലവന്മാരെയും അവന്മാരുടെ ഒരുപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കൊന്നൊടുക്കി മൊത്തം അവരുടെ കയ്യിലാക്കി. അങ്ങനെയാണ് കൊളംബോ ഈ പ്രഭാകരന്റെ അധീനതയിൽ വരുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഹമാസും ഗസയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഹമാസും LTT തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, LTT സംബന്ധിച്ച് അവർക്കുള്ള ഫണ്ട് വരുന്നത് വിദേശങ്ങളിലുള്ള തമിഴന്മാർ സ്വരൂപിച്ച് കൊടുക്കുന്ന കുറച്ച് പൈസ, പിന്നെ ഇന്ത്യയിൽ കുറേ സഹായം ഉണ്ടായിരുന്നു. അതുകൂടാതെ ഈ കൊളംബോയിൽ അവർ ഭരിക്കുന്ന പ്രദേശത്ത് അവിടുത്തെ ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കുന്ന കുറച്ച് ടാക്സ്, ഒടുക്കത്തെ വിലയാണല്ലോ അന്നത്തെ കാലത്ത്. കൊളംബോയിൽ എല്ലാ സാധനവും ഒഴിഞ്ഞ വിലയാണ്. ഇതെല്ലാം കൊണ്ടാണ് ഇവർ ആയുധങ്ങളൊക്കെ സംഘടിപ്പിച്ച് തട്ടിമുട്ടിയൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ചാവേറുകൾ ഉപയോഗിച്ചിട്ട് അവരെല്ലാവരും കൊന്നൊടുക്കുക. ഇതൊക്കെയായിരുന്നു LTT പ്രഭാകരൻ്റെ ഒരു യുദ്ധ സ്റ്റൈൽ എന്ന് പറയുന്നത്. തന്നെയല്ല, ഈ പ്രഭാകരൻ ഏറ്റുമുട്ടുന്നത് ശ്രീലങ്കൻ ഗവൺമെന്റിനോടാണ്. ആ ശ്രീലങ്കൻ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ ദുർബലമായ ഒരു ഗവൺമെന്റാണ്. അവരായിട്ട് പൊട്ടാൻ പ്രഭാകരനെ സംബന്ധിച്ച് അവരെ അതിന്റെ തുല്യശക്തി എന്ന് വേണേൽ പറയാം. ഒരുപാട് ശ്രീലങ്കൻ പട്ടാളക്കാരെയൊക്കെ ഈ പ്രഭാകരൻ തട്ടിയിട്ടുണ്ട്. ആക്രമണങ്ങൾ എപ്പോഴും മുന്നിൽ നിന്നിരുന്നത് ഈ പ്രഭാകരൻ തന്നെയാണ്. എന്നാൽ ഹമാസ് അങ്ങനെയല്ല. ഹമാസിനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളായ അമേരിക്കയും ഇസ്രയേലുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ ശത്രുവായിട്ടുള്ള ഇറാൻ വലിയ പിന്തുണയാണ് ഹമാസിന് കൊടുക്കുന്നത്. ഇറാനിൽ നിന്ന് മാത്രമല്ല, ഈ അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് മുഴുവൻ വലിയ ഫണ്ട് ഹമാസിന് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് യുദ്ധം ഒരു പ്രശ്നമല്ല. അവർക്ക് ആയുധങ്ങൾ സംഘടിപ്പിക്കാനും ഒരാളെ മാത്രം ഉണ്ടാക്കിയാൽ മതി. അത് ഇഷ്ടം പോലെ ഗസയിലുണ്ട് താനും. കാരണം ഈ കുടുംബങ്ങളെല്ലാം ഇസ്രായേൽ കൊന്നൊടുക്കിയിരിക്കുന്നതുകൊണ്ട് അവരുടെയൊക്കെ ആണുങ്ങൾ ഹമാസിൻ്റെ ഒപ്പമാണ്. ഇസ്രായേലിനോട് ഏതെങ്കിലും രീതിയിൽ പകരം വീട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. അപ്പം യുദ്ധത്തിലേക്ക് ആളെ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ വന്നു ചേർന്നോളൂ. അവർക്കുള്ള ആവശ്യമുള്ള പരിശീലനം കൊടുത്താൽ മതി, പിന്നെ ശമ്പളവും കൊടുക്കും. അങ്ങനെയാണ് ഹമാസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും ഹമാസിൽ നിന്നും ആൾ കുറയാത്തത്. എത്ര കൊന്നൊടുക്കിയെന്ന് പറഞ്ഞാലും ഹമാസിൽ വീണ്ടും വീണ്ടും ആൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് 2 ഹമാസിൻ്റെ ആൾക്കാരെ കൊന്നെന്നൊക്കെ പറയുന്നത് വലിയ എന്തോ ഹീറോയിസം ചെയ്ത പോലെയാണ് പറയുന്നത്. പക്ഷേ പിറ്റേന്ന് 2 മരിച്ചു കഴിയുമ്പോൾ 5 വേറെ കൂടുകയാണ്. അത് അറിയുന്നില്ല. യുദ്ധം തുടങ്ങിയുള്ളതിനേക്കാൾ കൂടുതൽ ആൾക്കാരാണ് ഇന്ന് ഹമാസിനൊപ്പം ഉള്ളത്. ഇപ്പോൾ അവരുടെ ഭരണവും ഗസയിലുള്ളത് കൊണ്ട് അവർക്ക് ഇനിയും ആൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഒരുത്തനും ഗസയിലേക്ക് അടുക്കാൻ പോലും കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനാണ് ഇപ്പോൾ ഗസയിലുള്ളത്. ഒരു കാരണവശാലും ഹമാസിനെ വീണ്ടും ആക്രമിച്ച് ഒരു വിജയമായിട്ട് ഇസ്രായേൽ അവിടുന്ന് പോകുമെന്ന് ഒരു കാലത്തും ആരും വിശ്വസിക്കേണ്ടതില്ല. ഇനി അവർ തരംകിട്ടി കഴിഞ്ഞാൽ ജൂതന്മാരെ അത് കാരണം തട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ അതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി അടുത്ത കരാറും യുദ്ധവുമായിട്ട് കാലാകാലം ഇസ്രായേൽ യുദ്ധത്തിൽ തന്നെ കഴിയേണ്ടി വരും. ഇപ്പം തന്നെ രാജ്യം പിച്ചപ്പാള എടുത്തിരിക്കുന്നതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ യുദ്ധം അവസാനിച്ചാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് അമ്മമാരെയും ബന്ദികളെയും മൃതദേഹങ്ങളും എല്ലാം കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പല തടവുകാരെ വിട്ടുതരൂ എന്നൊക്കെ ഹമാസിനോട് പറഞ്ഞിട്ട് ഇതിനൊന്നും കാത്തു നിൽക്കാതെ എന്നാടാവേ കൊണ്ടുപോക്കൂ, തുടക്കത്തിൽ തന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് മൊത്തം 2000 പേരെ ഒറ്റയടിക്കും കൊണ്ട് റിലീസ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവിടുന്ന് ഈജിപ്തിലേക്കും ഖത്തറിലേക്കൊക്കെ സ്ഥലമിട്ടിട്ടുണ്ട്. ഇനി കുറേ പാവങ്ങളുണ്ടാവും പലസ്തീനിൽ. അവരെയൊക്കെ എന്ത് ചെയ്യാൻ? അവരെ വീണ്ടും പിടിച്ചുകൊണ്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുറത്ത് ശത്രുക്കളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിപ്പോൾ. ഈ ബോധവന്മാർക്ക് ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും ഗസയെ ആക്രമിക്കാൻ അവർ തയ്യാറാവില്ല എന്ന് പറയുന്നത്. തന്നെയുമല്ല, ചിലപ്പോൾ ആക്രമിച്ചേക്കും. എങ്ങനെ ലെബനോനിലൊക്കെ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് വല്ലതും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും, പരസ്പരം ഇടും. അങ്ങനെ യുദ്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എന്നല്ലാതെ പഴയ പോലെ ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് ഒരു കൂട്ടർ പ്രവേശിക്കും എന്ന് ആരും കരുതേണ്ടതില്ല. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.